ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും അന്യവസ്തുക്കളെക്കുറിച്ച് അറിയാൻ ജിജ്ഞാസുക്കളാണ്. എന്നാൽ തന്നെക്കുറിച്ചറിയാൻ നമുക്കൊട്ടും ജിജ്ഞാസയില്ല. ദൂരത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ അയാൾ ആരാണ് എന്നറിയാൻ നമുക്ക് നല്ല തിടുക്കമാണ്. അതേ സമയത്ത് ഞാൻ ആരാണെന്നറിയാൻ ഒട്ടും തിടുക്കമില്ല. അതിനെന്താ കാരണം? ഞാൻ ആരാണ് എന്ന് എനിക്കറിയാം, അയാൾ ആരാണെന്നാണ് അറിയാത്തത്. അറിയാത്തതാണല്ലോ അറിയേണ്ടത്. ഇതാണ് നമ്മുടെ കണക്ക് കൂട്ടൽ. ഈ ഒരു അറിവുള്ളത് കൊണ്ടാണ് ഞാൻ ആരാണ് എന്ന് നമ്മൾ അന്വേഷിക്കാത്തത്. എന്നെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുക, എനിക്ക് എന്നെക്കുറിച്ചല്ലേ ശരിയായ അറിവുള്ളത് എന്നാണല്ലോ നമ്മുടെ എല്ലാം ധാരണ. പക്ഷേ വാസ്തവത്തിൽ സത്യം ബോധിച്ച ആളുകൾ പറയുന്നത് നേരെ മറിച്ചാണ്. എന്നെക്കുറിച്ച് മാത്രം നമുക്കറിയില്ല, ബാക്കി എല്ലാത്തിനെ കുറിച്ചും അറിയാം. ഇതെന്തൊരു കഥ! കാരണം എന്നെക്കുറിച്ച് എനിക്ക് അറിയില്ലാന്ന്. എന്നാൽ നമ്മെക്കുറിച്ച് നമുക്കുള്ള ഇന്നത്തെ അറിവ് ശരിയായ അറിവല്ല. അതാണ് ഞാനാരെന്നാരും തിരഞ്ഞറിയാറില്ല, ഞാനല്ലാതുള്ളതെല്ലാം അറിയും. താൻ തന്നെയാരാഞ്ഞറിഞ്ഞാൽ അനാത്മാവിൽ തോന്നുമഹം ബുദ്ധി തേഞ്ഞുമായും. ഒരു പരമസത്യം വിളിച്ചോതുകയാണ്. ഇതൊന്ന് നമ്മൾ നിരന്തരം മനനം ചെയ്തു നോക്കണം. ഈ ഞാൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ദേഹമാണ്. നമ്മൾ പറയാറില്ലേ, എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ കണ്ണ്. എൻ്റെ കണ്ണും എൻ്റെ കൈയും കാലും ചേർന്നതാണ് ഈ ശരീരം. ആ ശരീരം എങ്ങനെയാണ് ഞാനാകുന്നത്? എൻ്റെ പേന ഞാനല്ലല്ലോ. പേന എൻ്റേതാണ്, എന്നിൽ നിന്ന് അന്യമാണ്. അതുപോലെ എന്നിൽ നിന്ന് അന്യമായ ഒന്നാണ് ഈ ശരീരം. അതെൻ്റേതാണ്. എൻ്റെ കാല്, എൻ്റെ കയ്യാണ് എന്ന് നമ്മൾ പറയാറില്ലേ? എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. കണ്ടയാൾ ഞാനാണ്. ആ ഞാൻ ആരാണ് എന്നാണ് ചോദ്യം. അപ്പം ഞാൻ ഈ ദേഹമാണെന്ന് ധരിക്കുമ്പോൾ, അവിടെ ദേഹമാണെന്ന് ധരിക്കുമ്പോൾ അതെങ്ങനെ സത്യമായി തീരും? അതുകൊണ്ടാണ് ചോദിച്ചത്, ഞാൻ ആരെന്നാരും തിരഞ്ഞറിയാറില്ല. എന്തുകൊണ്ടാണ് ഞാൻ ആരാണ് എന്ന് തിരഞ്ഞറിയാത്തത്? ഞാൻ ആരാണ് എന്ന് എനിക്കറിയാം എന്ന ധാരണ കൊണ്ട്. ഞാൻ ആരാണ് എന്ന് എനിക്ക് അറിയില്ല. വാസ്തവത്തിൽ അറിഞ്ഞാൽ ഞാൻ അതേ അന്വേഷിക്കൂ. എന്നാൽ ഞാൻ ആരാണ് എന്ന് അറിയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് തോന്നുന്ന ഈ അനാത്മാവായിരിക്കുന്ന ദേഹത്തെ ആത്മാവാണ് എന്ന തെറ്റിദ്ധാരണ ഇല്ലാതെയാകും. ഞാൻ ദേഹമാണെന്ന തോന്നലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു പുരുഷനാണ്, ഞാനൊരു കുട്ടിയാണ്, ഞാനൊരു വൃദ്ധനാണ്, ഞാനൊരു വൃദ്ധയാണ്. ഇതൊക്കെയാണല്ലോ നമ്മൾ കണക്ക് കൂട്ടൽ. ഇത് അനാത്മാവിൽ, ആത്മാവല്ലാത്തതിൽ ആത്മബുദ്ധി തോന്നപ്പെട്ടതാണ്. അത് ഇല്ലാതെയാകും ഞാൻ ആരാണ് എന്ന് അറിഞ്ഞാൽ. ഏറ്റവും വലിയ അറിവ് ഞാൻ ആരാണ് എന്ന അറിവാണ്. അതുകൊണ്ട് നാം ഒന്ന് കൂലങ്കഷമായി ചിന്തിച്ചു നോക്കേണ്ടതാണ്, ആരാണ് ഞാൻ എന്നത്. നമ്മളിലെല്ലാം ഞാൻ ഞാൻ എന്ന ഒരു തോന്നലുണ്ടല്ലോ. ആ തോന്നൽ എവിടെ നിന്നുണ്ടായത്? അതാരാണെന്ന് ചോദിച്ചാൽ ദേഹമാണെന്ന ഉത്തരമാണ് നമുക്ക് കിട്ടുന്നത്. ദേഹമാണെന്ന ഉത്തരത്തിൽ അപ്പോൾ ഞാനൊരു സ്ത്രീയാണ് എന്ന് പറയൂ. അപ്പം തീർച്ചയായിട്ടും ഈ ദേഹമാണ് ഞാൻ. എന്നാൽ ഞാൻ ആരാണ് എന്ന് യഥാർത്ഥത്തിലുള്ള എന്നെ അറിയാത്തത് കൊണ്ടാണ് ദേഹമാണ് ഞാനെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് നമ്മൾ അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും ഞാൻ ആരാണ് എന്ന പരമസത്യമാണ്. ആ സത്യം ബോധിച്ചു കഴിയുമ്പോൾ
നീ ആരാണ് എന്ന് എനിക്ക് അപ്പോഴേ ഉത്തരം കിട്ടും. മാത്രമല്ല, എന്നെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈശ്വരനെ തിരയേണ്ട ആവശ്യമില്ല. ആ ഈശ്വരൻ എന്ന് പറയുന്നതും ഞാൻ എന്ന് പറയുന്നതും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ ഞാനെന്ന് പറയുന്ന വ്യവഹാരം ഇല്ലാതെയായി. സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായിരിക്കുന്ന ആ ഈശ്വരസത്ത മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്കുള്ള ഒരു ഞാൻ വന്നു ചേർന്നത് അജ്ഞത കൊണ്ടാണ്. ആ ഞാൻ പിന്നെ ഈ ദേഹവുമായി ബന്ധിച്ചു. അപ്പോൾ ഞാൻ ദേഹമായി മാറി. ഇതിൽ നിന്നും നമ്മൾ ദേഹമായി മാറിക്കഴിഞ്ഞപ്പോൾ ദേഹത്തിൻ്റെ ക്ഷതങ്ങളൊക്കെ എൻ്റെ ക്ഷതമായി. ദേഹത്തിൻ്റെ ജനനവും മരണവും എൻ്റേതായി. ഞാൻ മരിക്കുമല്ലോ എന്ന ഭയം ഓരോ വ്യക്തിയെയും അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടണമെങ്കിൽ നാം ഞാൻ ആരാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഉണ്ടാകൂ. അതറിയണം നമ്മൾ ആരാണെന്ന പരമസത്യം. കാണുമ്പോൾ ആത്മസ്വരൂപത്തിനെ ആണും പെണ്ണും അല്ല നീയും ഞാനും. ആത്മാവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ഈ ആത്മാവ് ആണും അല്ല പെണ്ണും അല്ല. ആൺവായു പെൺവായു, ആൺവെള്ളം പെൺവെള്ളം, ആൺ ആകാശം പെണ്ണാകാശം, ആണഗ്നി പെണ്ണഗ്നി എന്നൊന്നും നമ്മൾ പറയാറില്ല. ആ തലത്തിലേക്ക് എത്തുമ്പോഴൊന്നും ആണും പെണ്ണും അവിടെ പോയി കഴിഞ്ഞു. ഈ ദേഹത്തിലിരിക്കുമ്പോൾ മാത്രമേ ആണും പെണ്ണും ഉള്ളൂ. അതും ഈ ദേഹം ഞാനാണ് എന്ന് അഭിമാനിക്കുമ്പോൾ ദേഹത്തിൻ്റേത് ഞാനായി തോന്നപ്പെടുന്നു. ഈ തോന്നൽ ആറണം. തോന്നൽ ഇല്ലാതെയാകുമ്പോൾ യഥാർത്ഥത്തിലുള്ള എന്നെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അതാണ് ജീവിതത്തിൻ്റെ പരമമായ ഉദ്ദേശവും. ഞാനാരെന്നാരും തിരഞ്ഞറിയാറില്ല. താനല്ലാതുള്ളതെല്ലാം അറിയും. താൻ തന്നെയാരാഞ്ഞറിഞ്ഞാൽ അനാത്മാവിൽ തോന്നോ മഹം ബുദ്ധി തേനുമായും.